സത്യം പറഞ്ഞാൽ മുമ്പോട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് പോലും അറിയാൻ പാടാത്തൊരവസ്ഥയിലാട്ടോ നിലവിൽ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഷെഫ്രാവിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ പെട്ടേക്കണേ ആട്ടോ ഇവിടെ, അതായത് നമ്മൾ ധരംപൂർക്കും നാസിക്കിനും ഇടയിലാണ് പെട്ടേക്കണേ. നമ്മുടെ കിടക്കുന്ന വണ്ടിയുടെ അടുത്തുനിന്ന് ഒരു 6 കിലോമീറ്റർ പോകണം ഒരു വണ്ടി മറിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിയിട്ടും ബാക്കിയിട്ടും ഒരു ലോഡ് നാഷണൽ പെർമിറ്റ് ഉണ്ട്. ഇന്നലെ രാത്രി ഫുൾ ഇവിടെയായിരുന്നു. ഇന്നലെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി വണ്ടി തന്നെ ഇരിക്കുകയാണ്. നിലവിൽ ബ്ലോക്കിന് ഒരു അനക്കവും സംഭവിച്ചിട്ടില്ല. എന്താവും എങ്ങനെയാവും എന്നൊരു ഐഡിയ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. നിലവിലിപ്പോൾ സമയം 11 മണി കഴിഞ്ഞു കേട്ടോ. ഒരനക്കവുമില്ല നമ്മുടെ ബ്ലോക്കിന്. നമ്മളങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ബ്ലോക്കിൽ പെട്ടിട്ട് ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു നല്ല കടയോ ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ നാഷണൽ പെർമിറ്റ് വണ്ടിയാണ് എല്ലാം. അതുകൊണ്ട് വണ്ടിക്ക് അതെല്ലാവരുടെ അടുത്ത് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകും. അല്ലാത്ത പക്ഷേ എന്ത് ചെയ്യും. സമയം 3 മണിയായി. നിലവിൽ ഇതുവരെ നമ്മുടെ ട്രാഫിക് തീർന്നിട്ടില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് മാറിയിട്ടില്ല. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്താട്ടോ നമ്മുടെ ഇന്ന് നാട്ടിൽ കാണാൻ പറ്റാത്തൊരു സംഭവമായിട്ട് ഒഴുകണത്. ട്രാക്ടർ കൊണ്ട് ഒഴുകുകൊട്ടത്. എൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന മാവുന്തയാണ്. പക്ഷേ എൻ്റെ ഇടയിൽ എന്ത് ചെയ്യാനാണെന്നറിയില്ല. സംഭവം ഒഴുതുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ മുമ്പോട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് പോലും അറിയാൻ പാടാത്തൊരവസ്ഥയിലാട്ടോ. നിലവിൽ ഇതുവരെ ബ്ലോക്ക് മാറിയിട്ടില്ല. സമയം 6 മണിയായിട്ടോ. അപ്പോൾ നമ്മളിവിടെ കിടക്കുന്ന സ്ഥലത്ത് ബ്ലോക്ക് തുടങ്ങിയിട്ട് 1.5 ദിവസം കഴിഞ്ഞു കേട്ടോ. നമ്മൾ വന്നിട്ട് 24 മണിക്കൂറായി. അതിന് മുമ്പ് രാവിലെ തൊട്ട് ബ്ലോക്കായി കിടക്കണം. നമ്മളത് അറിഞ്ഞില്ല സംഭവം. ആ കാണുന്നുണ്ടോ ചെറിയ ചായക്കട. അവിടെ എങ്ങുന്നല്ലാത്ത തിരക്കാം. അവിടെ ചായയില്ല, കടയിലുള്ള സാധനം മൊത്തം തീർന്നു. കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടിക്കാർ മൊത്തം അവിടുന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ച് എന്നാൽ ഈ പാക്കറ്റ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതെല്ലാം കഴിച്ച് കടയിൽ സകലമാന സാധനം തീർന്നു. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വീടുകളൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ കൃഷി സ്ഥലങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളും കുറേ മരങ്ങൾ ഇങ്ങനെ 2 സൈഡിലുമായിട്ട്. അടുത്ത് വീടുകളൊന്നുമില്ല ഇവിടെ. ഇവിടെ ഇങ്ങനെ ഈ റൂട്ടിൽ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കടകൾ കാണാൻ പറ്റും. ഈ നാഷണൽ പെർമിറ്റൊക്കെ ഓടിക്കണം, അതായത് ലോറി ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമുണ്ട് പൊന്നു സുഹൃത്തുക്കളെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരമായിട്ട് സത്യം പറഞ്ഞാൽ എന്താ പറയുക ഒന്ന് കുളിക്കാനോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറാനോ അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം പോലും നമുക്കിവിടെ ഇല്ല. ഈ വണ്ടിക്കാരെല്ലാം ഇവിടെ വെയിറ്റിംഗ് ആണ്. ഈ വഴി ഇപ്പോൾ ശരിയാവും നിർത്തും. നമ്മളിവിടെ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോൾ റെഡിയാവുമെന്ന് ഇങ്ങനെ പറയട്ടെ. പക്ഷേ സംഭവം രാവിലെ തൊട്ട് ഇങ്ങനെ പറയണതാണ്. സംഭവം ഒന്നും ഇത്ര നിലവിൽ ഈ നേരമായിട്ട് പോലും റോഡിൻ്റെ ബ്ലോക്ക് മാറിയിട്ടില്ല. ഇവിടെ സമയം 6 മണി 6:30 ആവാറായി. ഇന്നിനി പോകാൻ പറ്റുമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ബ്ലോക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇന്നും നമ്മളിവിടെ ലോക്കാവുന്ന സ്ഥിതിയാണെന്ന് നോക്കിയിട്ട്. എൻ്റെ ദൈവമേ, അങ്ങനെയുണ്ടല്ലോ 1.5 ദിവസത്തെ ബ്ലോക്കിന് ശേഷം ബ്ലോക്ക് മാറി നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ വന്നു തുടങ്ങിട്ടോ. ഈ കാണുന്ന ഡ്രൈവർമാരൊക്കെ 1.5 ദിവസം ബ്ലോക്കിൽ കിടന്ന ആളുകളാട്ടോ. ഈ ഒരു മനോഹരമായ കാഴ്ച ഉണ്ടോ. 1.5 ദിവസത്തെ ബ്ലോക്കിന് ശേഷം നമ്മുടെ വണ്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പോകാൻ തുടങ്ങും കേട്ടോ. കുറച്ച് വണ്ടികളൊക്കെ അങ്ങോട്ട് പോയി. ഈ കയറി വന്ന വണ്ടികൾ റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്തായിരുന്ന വണ്ടികളൊക്കെ അങ്ങ് കയറി പോയിട്ടോ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്ത വണ്ടികളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പതുക്കെ മുമ്പോട്ട് പോവാട്ടോ. ഫ്രണ്ടിലത്തെ അവസ്ഥകൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും പോയി നോക്കുവാണ്. നമ്മുടെ ബ്ലോക്ക് മാറിയിട്ട് 7:30 ആയപ്പോൾ നമ്മൾ വണ്ടി എടുത്താട്ടോ. ഇപ്പം സമയം 8:30ആയി. 1 മണിക്കൂറായിട്ട് നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ പോലും കവർ ചെയ്തിട്ടില്ല. അതുപോലെ ബ്ലോക്കാട്ടോ. നമ്മുടെ ആ ഫ്രണ്ട് കിടന്ന വണ്ടി കേട്ടോ തൊട്ടപ്പുറം മറിഞ്ഞത്. അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. നമ്മൾ മറിഞ്ഞ സ്ഥലത്തായിട്ട് എത്തിയിട്ടില്ല കേട്ടോ. കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അതാണ് വലിയ ക്രെയിനാണ് വട്ടം മറിഞ്ഞത്. ഈ ഭാഗത്തായിട്ടോ മറ്റേ വണ്ടി റൂട്ടിൽ നിന്ന് പോയി മറിഞ്ഞത്. ഈ റോഡിന് വട്ടം കിടക്കുമായിരുന്നു വണ്ടി. ഒന്നാമത് വീതി കുറഞ്ഞ വഴിയും ചെളി മഴയും നല്ല വണ്ടികൾ കിടക്കണുണ്ടോ. പകലാറിഞ്ഞ അടിപൊളിയായിരുന്നു. രാത്രിയിൽ കറക്റ്റായിട്ട് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ മെയിൻ ഗ്ലാസ്സിൽ ചെറിയ പൊടികളൊക്കെ ഉള്ളതുകൊണ്ട്. പോരാത്തതിന് അവിടെ നിന്ന് ഓപ്പോസിറ്റ് വണ്ടി വെട്ടമിട്ട് കഴിഞ്ഞാൽ വീഡിയോ മങ്ങിപ്പോകും. ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലേ.
ബ്ലോക്ക് നിലവിൽ ഇതുവരെ തീർന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. എൻ്റെ ഒരു കണക്കുകൂടൽ ശരിയാണ്, ഏകദേശം ഒരു 10,3500 വണ്ടികൾ എന്നെ അതിൽ ബ്ലോക്കിലുണ്ടായിരുന്നു. ഇപ്പോഴും ബ്ലോക്ക് തീർന്നല്ല. നമ്മുടെ വണ്ടി ബ്ലോക്കായി കിടന്ന സ്ഥലത്തുനിന്ന് ഇപ്പം നമ്മളൊരു 12 കിലോമീറ്റർ പോകുന്നു. എന്നിട്ടും റോഡിൽ ബ്ലോക്ക് തീർന്നല്ല. വണ്ടി സൈഡിൽ കൂടെ ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇട്ടേക്കുക. അപ്പോൾ എത്ര വണ്ടികളുണ്ടാവും ഇവിടെ എന്ന് ആലോചിച്ച് നോക്കി. ഏകദേശം ഒരു 1.5 ദിവസം കൊണ്ടുണ്ടായ ബ്ലോക്കാട്ടോ ഇത്. നമ്മുടെ നാസിക്കിട്ട് പോണ റൂട്ടിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എത്തിയിട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചുരമാണ്. പക്ഷെ ചുരത്തിൽ ഇറങ്ങി വന്ന സ്ഥലത്ത് 2 ലെയർ വണ്ടി കിടക്കുക, അങ്ങോട്ടുള്ള ബ്ലോക്ക്. ഇപ്പോൾ ഒന്ന് ആലോചിക്കുക വണ്ടികൾ എന്തോരം ഉണ്ടാവുന്നു. നമ്മൾ ചുരം കേടി തുടങ്ങിയിട്ടോ. ആയിരിക്കില്ല, പക്ഷെ എന്നാലും എൻ്റെ മോനെ ഒരുത്തൻ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് കയറുന്നുണ്ട് കേട്ടോ. അവൻ അവിടെ ചെല്ലുമ്പോൾ ലോക്കായി പോകും. ഈ റോഡിലെ ഏറ്റവും വലിയ കയറ്റാട്ടോ അത്. ഭയങ്കര കയറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര കയറ്റാണ്. ഈ റോഡിൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലമാട്ടോ അത്. ഓരോ വണ്ടികൾ അവിടെ ഉണ്ടോ, ആ സൈഡിലൊക്കെ വണ്ടി കിടക്കണുണ്ടോ. അതൊക്കെ ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടാണ്ട് തെന്നി വണ്ടി റോഡിൽ നിന്ന് വീണ്ടും പറഞ്ഞു. കണ്ടു. അത് നീ കണ്ടില്ലായിരുന്നോ? എൻ്റെ മോനെ 16 കിലോ വന്നത്. ഭയങ്കര ഡേഞ്ചർ വഴി എന്ന് പറഞ്ഞത് ഭയങ്കര ഡേഞ്ചർ വഴി കേട്ടോ. മേളിൽ നിന്ന് ഇറങ്ങി വരുന്നവർക്കും താഴെ നിന്ന് കയറി പോകുന്നവർക്കും ഭയങ്കര ഡേഞ്ചർ വഴിയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിൽ കയറി പോകുന്ന ആൾക്കാർ ചില വണ്ടികൾ വലി മുട്ടി നിൽക്കും. അങ്ങനെ സീനുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ, ഈ ഇറക്കത്തിലൊക്കെ നിർത്തിയിട്ടാണ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ബ്രേക്ക് പോയിട്ട് നിർത്തിയിട്ടാണായിരിക്കും. ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടികൾ വലി മുട്ടി നിന്നുട്ടോ. അതിൻ്റെ തൊട്ട് പുറകിൽ വണ്ടികളെല്ലാം ബ്രേക്ക് ചെയ്ത് നിർത്തിയേക്കുക. എന്നിട്ട് ഇറങ്ങി പോവല്ലേ? ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ആ ഇല്ലാതെ ഇറങ്ങി പോണതാ കാണുന്നത്. ഇവര് അടുത്തോ പേടിച്ചു പിടിച്ച് നിൽക്കണോട്ടോ. ഇങ്ങനെയൊക്കെ ഇന്ത്യയിലെ റൂട്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുള്ളൂ. ഈ കയറ്റത്തിലൊക്കെ വണ്ടി നിന്നാൽ പിന്നെ ഇടുക്കലെന്ന് പറഞ്ഞാണ്ടല്ലോ, ചില വണ്ടികളൊന്നും വലിക്കില്ല. വണ്ടി ബാക്കിയിട്ട് വന്ന് മറയും. അങ്ങനെ ഒത്തിരി വണ്ടികളോടെ മറഞ്ഞുണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് ഒരു വണ്ടി മറിഞ്ഞാണ് കണ്ടില്ലായിരുന്നു. അത് ബ്രേക്ക് പോയിട്ട് മറിഞ്ഞ വണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് ഇറങ്ങി പോകുന്നത്. നിർത്തിയിട്ടാണ് വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പോയിട്ട് ഇറങ്ങാൻ പറ്റാണ്ട് നിർത്തിയിട്ടാണ് വണ്ടികൾ. KL വണ്ടികളും എല്ലാം ഉണ്ടെങ്കിൽ പറ, അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല, തിരിച്ചു നോക്കളാൻ പറ. അവരൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ നേരായിട്ട് നോക്കാട്ടുള്ളൂ. അവൻ എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസവാദം നമുക്ക് പറയണം. കണ്ടോ, അവനൊക്കെ നോക്കണോ. നമ്മൾ കയറ്റം കയറി ഒന്നും ആയിട്ടില്ല കേട്ടോ. കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. മേളിൽ നിന്ന് വണ്ടികൾ ഇങ്ങനെ ബ്ലോക്കായി നിർത്തിയിട്ടേക്ക് വണ്ടികളൊക്കെ. ചുരത്തിൽ വണ്ടി ബ്ലോക്കായിട്ട് വണ്ടിയിൽ ആളുകൾ കയറി കിടന്ന് ഉറങ്ങും കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഇന്നെങ്ങും അനങ്ങുമില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. നമ്മളിങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര ലോഡും വെച്ചൊക്കെ കയറ്റം കയറ്റി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പരിപാടിയാണ്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു വണ്ടി വലി മുട്ടി നിൽക്കണുണ്ടോ. അതിന് ഊടൊക്കെ വെച്ച് നിർത്തിയേക്കുവാണ്. ആ വണ്ടി ഇനി ഇവിടെ നിന്ന് വലിക്കില്ല. റൈറ്റ് പിടിച്ചോട്ടെ, റൈറ്റ്. ഒരു വണ്ടി ഫ്രണ്ടിൽ വലിയ മുട്ടി നിന്നു.
വെച്ചോണ്ടോ വണ്ടിക്ക്? അവനെ കൊണ്ട് എടുക്കാൻ സാധിക്കണം. എളുപ്പപ്പെടുക്കുമ്പോൾ ചാടി നിന്ന് പോവാം. വണ്ടി ഊടൊക്കെ ഒറ്റയ്ക്ക് ഉള്ളുടായ പുള്ളി. അതല്ലെങ്കിൽ ഊട് കയറ്റി കഴിഞ്ഞാൽ ഇത്രയും ലോഡൊക്കെ വെച്ച് ഒറ്റയ്ക്കല്ലേ? നമ്മളും അങ്ങനെ കുറേ ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും ബ്ലോക്കിട്ടായിട്ടാ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക്, മൊത്തം ബ്ലോക്ക്. നാസിക്കിന് ഇനി 94 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. സ്റ്റിൽ ബ്ലോക്കാണ്, രണ്ട് സൈഡിലും ബ്ലോക്കാണ്. നമ്മളും ബ്ലോക്കിന്റെ പുറകെയാണ്. നമ്മളാ കയറ്റമൊക്കെ കയറി ഇറങ്ങി തുടങ്ങും കേട്ടോ. പക്ഷെ ഓപ്പോസിറ്റ് വന്നാണ് വണ്ടികൾ കയറ്റിയിട്ടാണ് കേട്ടോ നമുക്ക് ഇറങ്ങിപ്പോകാൻ പാടുള്ള രീതിയിലാട്ടോ. നിലവിൽ ഇതുവരെ ബ്ലോക്ക് ചെയ്ത് തീർന്നല്ല കേട്ടോ. വണ്ടി നമ്മുടെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് നിർത്തിയേക്കാണ്. അത് പാർക്ക് ബ്ലോക്കിലാണ് വണ്ടികൾ. കുറേ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. ബ്ലോക്ക് ഷൂട്ട് ചെയ്ത് മടുത്തു നമ്മൾ. ഇപ്പോൾ ബ്ലോക്കൊക്കെ മാറി നമ്മൾ ഫ്രീ ആയിട്ടൊരു റൂട്ടിട്ട് എത്തി കേട്ടോ. പക്ഷേ ചുരമൊന്നും തീർന്നല്ല, ചുരം തുടങ്ങുവാണ്. അടുത്ത ചുരത്തിട്ട് എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ ഗുജറാത്തിൽ നിന്ന് മഹാരാഷ്ട്ര ബോർഡറിട്ട് കയറിട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നാസിക്കിന് 64 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ ഗുജറാത്തിലാണ്. ഇപ്പം നമ്മൾ മഹാരാഷ്ട്ര. ഇപ്പോൾ സമയം 12:50 വരും. നമ്മൾ നാസിക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ ഇനി ഒരു കുറച്ച് നേരം കിടന്നുറങ്ങണം. അത് കഴിഞ്ഞിട്ട് നാസിക്കിൽ നിന്ന് വണ്ടി എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ അമർത്തുക വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അടിപൊളി കിടക്കാച്ചി വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.